ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റിനുള്ള ഒരു സൊല്യൂഷനാണ്. അതായത് ചില ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവരിഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ ലൈഫ് പാർട്ട്ണർ അവന് തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അവൾക്ക് തീരെ സംസാരിക്കാൻ അറിയില്ല. എപ്പോൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അതൊരടിയിലേക്കാണ് പോവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും നേരെ സംസാരിക്കാറില്ല. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും അടിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്, അതായത് വഴക്കായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. സോ ചില കമ്മ്യൂണിക്കേഷൻ രീതികൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും, ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. സോ ഏതൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്ന്, കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ ആണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒഴിവാക്കേണ്ട ഒന്നാമത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഒരു വിമർശനം മാത്രമാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ വിമർശിച്ചുകൊണ്ടാണ്, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരെ കുറയാൻ തുടങ്ങും. സോ സ്ഥിരമായിട്ട് എന്ത് സംസാരിക്കുമ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്താണോ പറയുന്നത് അതിലെ തെറ്റ് മാത്രം നോക്കി കാണുകയോ അല്ലെങ്കിൽ അത് മാത്രം ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ആയിക്കൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല എന്ന രീതിയിലുള്ള ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക. സോ ഇങ്ങനെയാണ് കൂടുതലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു പ്രോബ്ലം. ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ആർക്കും കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ആയിരിക്കില്ല, മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകളൊക്കെ ആയിരിക്കാം. സോ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും നമ്മൾ എപ്പോഴും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒക്കെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് ചില ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പാസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അഗ്രസീവ് ആവുന്ന ഒരു രീതി, ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു ദേഷ്യം, ആ ഒരു സംഭവത്തോടുള്ള ഒരു ദേഷ്യം ഉണ്ടായിരിക്കും. അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് നിങ്ങളോട് ദേഷ്യം കാണിക്കുന്ന ഒരു രീതി, ചിലപ്പോൾ നിങ്ങളോട് സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. അതായത് പിന്നെ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല, യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പറയില്ല. സോ ഇത്തരത്തിൽ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ദേഷ്യം പിന്നീട് ഓരോ രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും വളരെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇങ്ങനെ ഒരു ബിഹേവിയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. മാത്രമല്ല നിങ്ങൾക്ക് ഒരു കാര്യവും കൃത്യമായിട്ട് സോൾവ് ചെയ്യാനും കഴിയില്ല. ബിക്കോസ് നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്താണ് അവിടെ തോന്നിയത്, നിങ്ങളുടെ ഇമോഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആ ഒരു കാര്യം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്താണ് അപ്പോൾ തോന്നിയത്, ഇതൊന്നും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും ഒരു കാര്യവും കൃത്യമായി സോൾവ് ചെയ്യാൻ സാധിക്കാതെ ഒരുപാട് പ്രശ്നങ്ങൾ ലിസ്റ്റിൽ വന്നുകൊണ്ടേയിരിക്കും. സോ മുന്നേയുള്ള കാര്യങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ഹോൾഡ് ചെയ്ത് വെച്ച് പിന്നീട് അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് അതിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സോ അങ്ങനെയാണെങ്കിലും അതൊരു എഫക്റ്റീവ് അല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. നെക്സ്റ്റ് വൺ, ഒട്ടും ലിസൺ ചെയ്യാത്ത രീതിയിൽ ചില ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതായത് അവരുടെ പാർട്ട്ണർ, അവരുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ്, അവർക്ക് തോന്നിയ കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതെല്ലാം ഡിസ്മിസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക. സോ ഇത്തരത്തിൽ ഒട്ടും ലിസൺ ചെയ്യാത്ത രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. നെക്സ്റ്റ്, സിമിലർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൽ നിന്നും വിഡ്രോ ചെയ്യും. അതായത് എനിക്കൊന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ അതൊന്നും അത്ര വലിയ കാര്യമല്ല,
നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നും അവർ സ്വയം അവരെ തന്നെ വിഡ്രോ ചെയ്തുകൊണ്ട് എപ്പോഴും എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ഇങ്ങനെ കേൾക്കാൻ തയ്യാറാകാത്ത രീതിയിലാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും വളരെ മോശമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. മാത്രമല്ല നിങ്ങളോട് പിന്നീട് എന്ത് കാര്യം പറയാനും അവർക്ക് മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാലും ഇതാണല്ലോ ആറ്റിറ്റ്യൂഡ്. ജസ്റ്റ് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും സ്വയം വിഡ്രോ ചെയ്ത് പോകും. ഇതൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ അതിൽ നിന്നും അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാത്ത പോകുന്ന ഒരു രീതി. സോ ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും വളരെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും എഫക്റ്റീവ് അല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. ആൻഡ് എല്ലാവരും ഒരുപോലെ വെറുക്കുന്ന ഒരു കാര്യമാണ് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അതായത് ഒരു വ്യക്തി, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. സോ ആ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് ഓൾറെഡി അവിടെ വിസിബിൾ ആണ്. പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ അത് ഇതുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് സ്വയം മനസ്സിലാക്കാതെ നീ അത് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ നീയാണ് അതിൻ്റെ റീസൺ, നീ എന്നോട് അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് ആ ഒരു ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന രീതി. സോ അങ്ങനെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാതെ, എസ്പെഷ്യലി മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ എല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കുറ്റംകാരനാണ്, അവരാണ് എല്ലാത്തിനും കാരണം എന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും വളരെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. ആൻഡ് ഫൈനലി വളരെയധികം ലൗഡായിട്ട്, വളരെയധികം വയലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അത്രയും ഒരു അഗ്രസീവ് ആയിട്ടൊക്കെയാണ് നിങ്ങൾ ഓരോ കാര്യത്തിനും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയല്ല. അതായത് വളരെ സൗമ്യമായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. പക്ഷേ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ട് സ്ക്രീം ചെയ്തുകൊണ്ട് ലൗഡായിക്കൊണ്ട് ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിനും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയല്ല. മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു കാര്യവും നിങ്ങളോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നില്ല. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതികളെല്ലാം ആക്ച്വലി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയല്ല. മാത്രമല്ല ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വ്യക്തമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഹോണസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. സോ ഒരു വ്യക്തി നിങ്ങളോട് പറയാണ് നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനേ അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ രീതി ആയിരിക്കാം അവരിൽ ഉണ്ടായിരിക്കുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം എഫക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതിയാണെന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്